അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനീ പറയാൻ പോകുന്ന കാര്യം ആദ്യമായി ഞാൻ യൂട്യൂബർമാരോട് പറയുന്നു. എൻ്റെ ചാനൽ ചെറുതാണ്, കുറച്ച് ആളുകളെ കേൾക്കൂ. യൂട്യൂബർമാർ പറ്റുമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ആളുകൾ കുറേ കാണാൻ വേണ്ടിയാണ്. ആർക്കെങ്കിലും 10 ആൾ കണ്ടാൽ ഒരാളുടെ മനസ്സിലെങ്കിലും ഇതൊരു ഉപകാരപ്പെട്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അവരൊറ്റ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ തള്ളിക്കളയരുത്, ഒന്ന് കേൾക്കണം. ഒഴിഞ്ഞ സമയം ഇരുന്ന് കേൾക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ ഇൻഖിയാദുലി അവാമിരില്ലാഹി വജിത്തിനാബി നവാഹിഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അംഗീകരിക്കുകയും അവൻ വിരോധിക്കാൻ പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? കാനേഷുമാരി അതിർബേക്കോട് കമ്മ്യൂണിറ്റിയിലുള്ള മുസ്ലിം എല്ലാവരും മുസ്ലിങ്ങളെ ഗണത്തിലാണ് പെടുക. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്റ്റെതസ്കോപ്പ് ധരിച്ചോൻ ഡോക്ടറാകൂല, പച്ച ഷർട്ടിട്ടവൻ ലീഗുകാരനാകൂല, ചുവപ്പ് ഷർട്ടിട്ടവൻ മാർക്സിസ്റ്റ് ആകൂല, കതർ ഷർട്ടിട്ടവൻ കോൺഗ്രസ് ആകൂല. മറിച്ച് സ്റ്റെതസ്കോപ്പിൻ്റെയും പച്ചയുടെയും കതറിൻ്റെയും ചുവപ്പിൻ്റെയും ഒക്കെ ആദർശം ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ അതൊക്കെ ആയിത്തീരുന്നത്. എന്നതുപോലെ മുസ്ലിമിൻ്റെ പേര് വെച്ചതുകൊണ്ട് മുസ്ലിം ആവൂല. അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. അവൻ വിരോധിക്കാൻ പറഞ്ഞത് അബദ്ധത്തിൽ സംഭവിച്ചാൽ പോലും അത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിൽ ഡെഫിനിഷൻ. ഈമാൻ്റെ ഡെഫിനിഷൻ തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ജാഅ ബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപ്പടി അംഗീകരിക്കുക. അവിടെ പിന്നെ സയൻറ്റിഫിക്കൽ മാനങ്ങളോ ശാസ്ത്രീയ സത്യങ്ങളോ നോക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിക്കുക എന്നതാണ്. അത് റസൂലുള്ളാഹി തങ്ങളെ അംഗീകരിക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിജീവികളും ഉയർന്ന ചിന്താഗതിക്കാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പലരും അംഗീകരിക്കുന്നുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പലതും അവർ പരിശോധന നടത്തിയിട്ടാണ് പറഞ്ഞത്. മുഹമ്മദ് വാസ് നോട്ട് ഓൺലി എ പെർഫെക്റ്റ് ബട്ട് ആൾസോ ദി ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദി വേൾഡ്. മുഹമ്മദ് നബി പ്രവാചകൻ മാത്രമല്ല, വേൾഡിലെ വലിയൊരു ഡോക്ടറാണ്. താഴെ വന്ന് കമൻ്റ് ഇടാൻ ആളുകളൊക്കെ ഉഷാറാണ്. ഒരാളെ വേദനിപ്പിക്കാൻ നമ്മൾ വലിയ ഇൻട്രസ്റ്റാണ്. സത്യമറിയാതെ എല്ലാം ചെയ്യാൻ നമ്മൾ വളരെ ഉഷാറാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഇസ്ലാമിൻ്റെയും ഈമാൻ്റെയും അർത്ഥം, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കുക. ഉസ്താദിനെ തല്ലി, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിനെ തല്ലുന്നു. അതുപോലെ തന്നെ നമ്മൾ പലതും ടൈപ്പ് ചെയ്യുന്നു, പലവരോടും പലതും പറയുന്നു, ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് പലതും പറയുന്നു. പക്ഷെ ആ ടൈപ്പ് കൊണ്ടും ആ സംസാരം കൊണ്ടും ഇതുപോലുള്ള ഉസ്താദുമാരെ ആക്രമിക്കുന്നത് കൊണ്ടും ഉണ്ടായിത്തീരുന്ന അപകടത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കാത്തത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഈമാനില്ല, ഇസ്ലാമില്ല, എല്ലാവരും കൊട്ടയാണ്. ഒന്നിനും പറ്റാത്ത മുസ്ലിം നാമധാരികളാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമുക്കതൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ഷോക്കേസിലിരിക്കുന്ന ആപ്പിളും ഓറഞ്ചും മുന്തിരിയും അത് കാണാൻ കൊള്ളാം, പക്ഷെ തിന്നാൻ കൊള്ളില്ല, കാരണം പ്ലാസ്റ്റിക്കിൻ്റെതാണ്. അപ്പോൾ കാണാനേ കൊള്ളൂ, ഉപകാരത്തിന് കൊള്ളാത്തൊരു വസ്തുവായിട്ട് നമ്മളൊക്കെ അധപ്പതിച്ച് പോവുകയാണ്. അവർക്കൊന്നും, ഈ പറയുന്ന ആളുകൾക്കൊന്നും, ഉസ്താദിനെ തല്ലാൻ വന്നവരാവട്ടെ, ഓരോ കാര്യത്തിനും ബാക്കിൽ വളരെ വന്നിട്ട് മോശമായ കമൻറ്റുകളിട്ട് അതിൽ ആനന്ദം കൊള്ളുന്നവരാവട്ടെ, സത്യത്തിൽ അവർക്കോ നമുക്കൊന്നും സത്യത്തിൽ ഈമാനില്ല, ഇസ്ലാമിൽ വിശ്വാസമില്ല, ആഖിറത്തിൽ പേടിയില്ല.
മരിച്ചെന്നാൽ എന്തൊക്കെ ഇതിനൊക്കെ ഞാൻ കാര്യങ്ങൾ പറയേണ്ടവരാണ്, ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ട് വെറും ഷോക്കേസിലിരിക്കുന്ന ആപ്പിൾ പോലെയായി, ഓറഞ്ച് പോലെയായി, ഉപകാരമില്ലാത്തൊരു വസ്തുവായി മാറുകയാണ്. ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും അപകടത്തിലാണ്. ഇസ്ലാം ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ ആ ഇസ്ലാം മതി, അള്ളാഹു മതി. നട്ടപ്പാതിരക്ക് ആരുമില്ലാത്ത ഒഴിഞ്ഞ വിജനമായ സ്ഥലത്തിലൂടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ റഡാർ പിടിച്ചെടുത്ത് അവനക്ക് ഫൈന് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുങ്കർ, റക്കീബ്, അതീദ് എന്ന് പറഞ്ഞ 2 മലക്കുകൾ, 2 റഡാർ നമ്മുടെ ഓരോ ചലനവും വീക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്. മാലിഹാദൽ കിതാബ്, അവരെ കയ്യിൽ കിതാബ് എഴുത്തുണ്ട് കിട്ടുമ്പോൾ മാലിഹാദൽ കിതാബ് ലാ യുഹാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ല അഹ്സാഹ. ഇതിൽ ചെറുതും വലുതും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ, ഒന്നും ഒഴിഞ്ഞിട്ടില്ലല്ലോ പറയുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ വിശ്വാസമല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, ആദം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, ആ ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ തെളിവുകൾ നമുക്ക് കാണുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഇട്ടുതരാം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇലക്ട്രറ്റ് ആൻഡ് ഇഗ്നറൻറ്റ്, നമ്മളൊക്കെ പഠിച്ചതുപോലെ എഴുത്തും വായനയും നമ്മൾ പഠിച്ചതുപോലെ പഠിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ ഉദ്ധാന പതനവും ജയാപജയവും കയറ്റിറക്കങ്ങളും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കിറങ്ങിയ ഖുർആൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചരിത്ര സത്യങ്ങളൊക്കെ ഇബ്രാഹിം നബിയുടെ മക്ബറയും ആദം നബിയുടെ മക്ബറയും ഹവ്വാബിയുടെ മക്ബറയും ഇങ്ങനെ തുടങ്ങി എല്ലാം ഇതിലൊരു അൽസാബുൽ കഹ്ഫ്, ഗുഹാവാസികളുടെ സംഭവം, ഹിജ്ർ, സൂറത്തുൽ ഹിജ്ർ ഇറങ്ങിയ പിന്നെ സാലിഹ് നബിൻ്റെ തബൂക്കിൽ നിന്ന് കുറേ ദൂരെ പോയിട്ട് ഹിജ്ർ എന്ന സ്ഥലത്തുള്ള ഈ ഖുർആനിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ ലോകത്ത് ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് യാത്രയിൽ. അഫലം യസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ. കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും കള്ളത്തരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഭൂമിയിലൊന്ന് കറങ്ങി നോക്ക്. അല്ലാഹു തആല ശിക്ഷിച്ച ശിക്ഷ, എന്തൊക്കെ ശിക്ഷകളാണ് നടന്നിട്ടുള്ളതെന്ന് ഒന്ന് നടന്നു നോക്കുക, അപ്പം അറിയാം. ഇതൊന്നും യാഥാർത്ഥ്യമാണെന്ന് വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് തെളിയാനുള്ള ഏറ്റവും വലിയ വഴി തന്നെ അതാണ്. ഇസ്ലാം പറഞ്ഞ സത്യമാണ്, ആ സത്യം ഇന്ന് ഈ ലോകത്ത് കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, യാതൊരു സംശയവുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും ജനിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് വന്ന മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ, ഗുഹാവാസികളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, അതുപോലെ മറ്റ് വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സംഭവങ്ങൾ ഇന്നിവിടെ കാണുന്നുണ്ട്. സിയാറത്ത് ചെയ്യാൻ, യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതൊക്കെ അറിയാം. ഫലസ്തീനിൽ ചെന്നാൽ ഇബ്രാഹിം നബിയുടെ മക്ബറ കാണാം, ഇസ്ഹാഖ് നബിയുടെ മക്ബറ കാണാം, അവിടെ ചെയ്യുന്ന ആചാരങ്ങൾ കാണാം, എല്ലാം കാണാം. ഞാൻ ദീർഘമായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഇടുമായിരുന്നു, അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുമായിരുന്നു. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആൻ പറഞ്ഞ സത്യങ്ങളാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അടിയുറച്ച് വിശ്വസിക്കാൻ നമ്മുടെ മണ്ണിലേക്ക് ദൃഷ്ടാന്തങ്ങൾ തന്നിട്ട് പോലും ഉൾക്കൊള്ളാൻ നമ്മൾ കഴിയുന്നില്ലെങ്കിൽ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയ. ഈ വിശുദ്ധ ഖുർആൻ എങ്ങാനും മലയുടെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ ആ മല ഉരുകി ഒലിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വന്നിട്ട് ഒരനക്കുമില്ല. കാരണം ആ മലയേക്കാൾ, ആ മലയുടെ പാറയേക്കാൾ ഉറച്ച മനസ്സാണ് നമുക്കൊക്കെ ഉള്ളതെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ആഖിറത്തിലേക്കുള്ള ജീവിതം എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം കാണുന്നുണ്ടോ? കാരണം ഇതിനും കുറ്റപ്പെടുത്താൻ ആളുണ്ടാവും, ഇതിനും ആക്ഷേപിക്കാൻ ആളുണ്ടാവും. കാരണം അവരുടെ ശൈലി അങ്ങനെ ആയിപ്പോയി, കൾച്ചറൽ തന്നെ അങ്ങനെ ആയിപ്പോയി.
എന്നിട്ട് പേര് പറയും മുസ്ലിമാണ്. നമ്മൾ പള്ളിയിൽ പോകും, നിസ്കരിക്കും, റമദാൻ വരുമ്പോൾ നോമ്പ് വെൽക്കും, എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ ഒരു ഫലമില്ലാത്ത അവസ്ഥയ്ക്ക് എത്തും. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. റസൂലുള്ള പറഞ്ഞതൊക്കെ പുലർന്നിട്ടുണ്ട് ഇവിടെ. ഇനി എന്തെല്ലാം പുലരാനിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ ജാവ തിമൂർ കഴിഞ്ഞ് ജാക്കർത്ത കഴിഞ്ഞിട്ട് സുനാമി ഉണ്ടായ സുമാത്രയിൽ ഞാൻ പോയപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു പോയി, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. എത്രമാത്രം സത്യങ്ങളാണെന്നറിയോ. ഇദത്തുഹിദൽ ഫൈഉദിവലാവൽ അമാനത്തും അഗനമായെന്ന് പറഞ്ഞ് റസൂലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ വന്നാൽ ഫർത്തഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഖസ്വം വമസ്ഖ. തീക്കാറ്റ് വരും, ഭൂമി കുലുക്കുണ്ടാകും, ഹസ്വൻ വമസ്ഖ, ഭൂമി ഒന്നാകെ അടിമേലെ മറിഞ്ഞിട്ട് ഇതെല്ലാം തകർന്ന് തരിപ്പണമാവും, വെള്ളം കന്ന് കയറിയിട്ട്. അതാണ് സുനാമി. അതിന് ബ്രിട്ടീഷുകാർക്ക് അല്ല ജപ്പാൻകാരൊരു പേരിട്ടതാണ് സുനാമി. ഇനിയും വരും. സൂക്ഷിച്ച് ജീവിച്ചാൽ നമുക്കൊക്കെ നല്ലത്. ഞാൻ എന്നെയും കുറിച്ചാ പറയണത്. നമുക്ക് നല്ലത്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണത് നല്ലതാണ്. പക്ഷെ ഇത് കേൾക്കാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യൂട്യൂബർമാരോട് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എനിക്ക് ഒരുപാട് ആൾ കാണണം, എനിക്ക് ഒരുപാട് വരുവാൻ അങ്ങനെയൊന്നും എൻ്റെ ചിന്തയില്ല, അങ്ങനെ വരില്ല എനിക്ക്. പക്ഷെ പറ്റുമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ കോപ്പിറൈറ്റ് പ്രശ്നമൊന്നുമില്ല, പറ്റുന്നവർക്കൊക്കെ വിട്ടുകൊടുക്കാം. ആരെങ്കിലുമൊക്കെ ഒന്ന് വലിയ യൂട്യൂബർമാരാകുമ്പോൾ എല്ലാവരും കാണുമല്ലോ. നമ്മളത് വളരെ കുറഞ്ഞ പേര്, 100, 110, 200 ആളുകളിലപ്പുറം നമ്മുടെ ഒന്നും കാണൂല. കാണാൻ പൊതുവേ ഇനി കണ്ടാലും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളല്ലല്ലോ ഇൻട്രസ്റ്റ് ഉള്ളത് കോമഡിയാണ്, അതല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുന്ന കേൾക്കലാണ്. അതൊക്കെയാണ് നമുക്ക് ഇൻട്രസ്റ്റ്. നല്ലതൊന്നും കേൾക്കാൻ നമുക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും കേട്ടോളൊന്നുമില്ല, കുറച്ച് കേട്ട് കണ്ടാണ്ട് കട്ട് ചെയ്യും. പണ്ടവരെ പറഞ്ഞല്ലോ വയല് കേൾക്കുക, വയലാണ് കേൾക്കുന്നത്, വയലല്ല. വയല് തന്നെ ഉപദേശം, വയല് തന്നെ അല്പം കേൾക്കുക, കുറച്ചൊന്ന് കേട്ട് നോക്കും, കട്ട് ചെയ്യും. നേരെ ഇല്ല നമുക്ക്. നേരെ മറിച്ച് കുറ്റം പറയുന്നതോ ആക്ഷേപിക്കുന്നതോ റിയാക്ഷൻ വീഡിയോ ചെയ്യതോ അതൊക്കെയാണെങ്കിൽ കഴിഞ്ഞിപ്പോൾ എത്ര മണിക്കൂറുണ്ടായാലും ശരി ഫുള്ള് കേൾക്കും നമ്മൾ. കോമഡിയും ചിരിക്കണതൊക്കെ ആണെങ്കിൽ എത്ര ടൈമായാലും കേൾക്കും. അതിന് നമുക്ക് ടൈമുണ്ട്, ഇതിന് നമുക്ക് സമയമില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. പറ്റുന്നവർ കേട്ടോളി, അല്ലാത്തവർ തള്ളിക്കളഞ്ഞോളി. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മൾക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലഘട്ടം വരും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കളവല്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അതിൻ്റെ തെളിവുകളൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ, ഇസ്ഹാഖ് അലൈഹി സ്വലാമിൻ്റെയും അതുപോലെ റഫക്ക ബീവിയുടെയും ഒക്കെ മക്ബറങ്ങൾ പടച്ചോനെ ഖുർആൻ പറഞ്ഞ് എത്ര സത്യങ്ങളാണ് ഈ ദുന്യാവിൽ നമ്മൾ തന്നെ കാണുന്നത്. ഇത് ഖുർആൻ്റെ കഥയിലല്ലേ പിന്നെ ആരെക്കൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയോ? അള്ളാൻ്റെ ഓർഡർ ഇല്ലാതെ പറയാൻ പറ്റുമോ? അള്ളാഹ് അറിയിക്കാതെ റസൂലുള്ളാഹി അത് പറയോ? അപ്പം എത്രമാത്രം സത്യമാണ് വിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കാൻ അത് മതി. പരിശുദ്ധ മക്കയിലേക്കൊന്ന് പോയി നോക്ക്. ഈമാൻ മനസ്സിലായി, ഈമാൻ ഉണ്ടാക്കുന്ന അതിലൊക്കെയാണ് ഈമാൻ ഉണ്ടാക്കുക. മദീനത്ത് പോയി നോക്ക്, അതിൽ ഈമാൻ ഉണ്ടാവും. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസദാർഢ്യത ഊട്ടി ഉറപ്പിക്കാൻ നമ്മളൊന്ന് മെനക്കെട്ടാൽ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കൊക്കെ നന്നാകാൻ പറ്റും. ജിദ്ദയിലുള്ളൊരു സുഹൃത്ത് കുറച്ച് നീണ്ടുപോകുമെന്ന് പേടിച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ ആൾക്കാർ ഇൻട്രസ്റ്റ് ഇല്ല കാണാൻ. അതൊക്കെ കൂടി വരുമ്പോൾ പിന്നെ എല്ലാവരും കട്ട് ചെയ്യും. ആരോ കുറഞ്ഞ പേരൊക്കെ കണ്ടെങ്കിലായി, അത്രേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്തു നോക്കും. ഞാൻ പറയാൻ പോകുന്നത് നീണ്ടുപോയാൽ നീണ്ടുപോകും, പിന്നെ അത് അവസാനം ആരും കേൾക്കാതെ വരും. നല്ലതൊക്കെ മനസ്സിലാക്കുക, യഥാർത്ഥ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുക, ഒരൊറ്റ മതക്കാരനെയും കുറ്റപ്പെടുത്താതിരിക്കുക, ഒരു വർഗീയവാദവും ഇല്ലാതിരിക്കുക. ആരെങ്കിലും വേദനിപ്പിക്കുന്ന നിലയ്ക്ക് ചെറിയൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ വേദനിക്കേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ബോധ്യം ഉണ്ടാവണം. ഗീബത്ത് പറയേണ്ടത് പറയണം. പറയേണ്ടത് എന്താണ്? ഗീബത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശത്തെ, സുന്നത്തി ജമാഅത്തിൻ്റെ ആദർശത്തെ പരസ്യമായി
സ്റ്റേജിലും പേജിലുമൊക്കെ ആക്ഷേപിക്കുമ്പോൾ അതിനെ നമ്മൾ എതിർക്കണം. അല്ലാതെ വ്യക്തിത്വത്തെ, എന്നെക്കുറിച്ച് ഒരു വ്യക്തി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സ്പീക്കറിൽ, സ്റ്റേജിൽ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മറുപടി. കാരണം എനിക്കതിൻ്റെ കൂലി കിട്ടണതിന് വേണ്ടി തിരിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒന്ന് സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കഴിവിൻ്റെ പരമാവധി ഒത്തക്കുല്ലാഹ മസ്തത്താഴ്ത്തും, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രമിക്കുക. അതോടെ നീണ്ടുപോകുന്നതിന് പേടിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറ്റുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റന്നാൾ ഉംറക്ക് പോവുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദീന മണ്ണിലെ സുഗന്ധ കാറ്റേ, മദീന പള്ളി തൻ തഴുകും കാറ്റേ, തിരുനബി വാണിടും ആ പുണ്യഭൂമിയിൽ തണലായി അണയുവാനേറെ മോഹം. ഖുബ്ബത്തുൽ ഖളറാത്തൻ അഴകു കാണാൻ, ഖൽബിലെ പാപങ്ങൾ മുഴുവൻ തീർക്കാൻ, റൗളയിലിരുന്നൊന്ന് സലാമോദാൻ, രാവുകൾ നെയ്യുന്നൻ മദീന മണ്ണിൽ. മദീന മണ്ണിലെ സുഗന്ധ കാറ്റേ, മദീന പള്ളി തൻ തഴുകും കാറ്റേ.